അതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. അത്രയും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് ഈ 5 വർഷം എന്ന് പറയുന്നത്. പറഞ്ഞ പോലെ തന്നെ സ്ട്രിക്റ്റ് ആണ്. ഏറ്റവും നേരത്തെ വരുന്ന 2-3 ആൾക്കാരുണ്ടാവും. എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്ന ഭാഗ്യവശാൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും വന്നില്ല. നമുക്ക് സ്നേഹത്തിൻ്റെ പിലാത്തം അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന അധിക പ്രസംഗമാകും. കാരണം ഇവിടെയുള്ള നമ്മുടെ PTA പ്രസിഡന്റാണ്. ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മഹാവ്യക്തിത്വങ്ങളെയും ഒരിക്കൽ കൂടി കോളേജിന്റെ പേരിൽ നമ്മുടെ കോളേജ് നിങ്ങളുടെ അൽബമാറ്ററാണ്. അത് പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരുമായി എൻ്റെ കാഴ്ചപ്പാട് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ സാധാരണ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് പഠിച്ചിറങ്ങി കഴിയുമ്പോഴത്തേക്ക് അവിടെ മനസ്സിലുള്ള ഞാൻ അങ്ങോട്ട് പോയി കാണാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഓഫ്കോഴ്സ് സുഭാഷ് എന്ന പോലെ നമ്മുടെ മറ്റേ ഇതിൻ്റെ ഭാഗമാണ് തങ്കച്ച സാറും ആ സമയത്ത് ഈ ഒരു പരിപാടിക്ക് ആശംസ അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മമെന്ന് പറയുന്നത്. സാധാരണ പരിപാടിയുണ്ട്. ഏറ്റവും പ്രിയകരമായ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന ഇല്ലാത്തൊരു സമയത്താണ് ഞാൻ നിങ്ങൾക്ക് ആശംസ അർപ്പിക്കാൻ വേണ്ടിയുള്ളൂ. അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും നന്ദിയോടെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ആദ്യമേ നല്ല നന്ദി അറിയിക്കുകയാണ്. പലതരത്തിലുള്ള തിരക്കുകളുണ്ടായിട്ടുള്ള DJ പപ്പിൽ നിന്ന് നമുക്ക് കേൾക്കുന്ന ഒരു ശബ്ദവും അതിന് പുറത്തു കേൾക്കുന്ന ശബ്ദവും കേട്ടോ. പുറത്തു അമ്പാന്റെ ശബ്ദം നിങ്ങളൊന്നും കാണാത്ത അതുപോലെ ജാഫ്രിക്ക് ഇപ്പൊ ട്രെൻഡിങ് ആരിന്റെ പാട്ട് വന്നു കേട്ടോ. വായിച്ചെടുക്കാൻ പറ്റുമോ? നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഇതിനു മുമ്പ് ആരെങ്കിലും മെന്റലിസം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? മെന്റലിസ്റ്റ് അനന്തു, അതുപോലെ മെന്റലിസ്റ്റ് ഷാമിലി, മെന്റലിസ്റ്റ് നഷാത്ത് ഇല്ലേ? ഇല്ല, ആദ്യത്തെ രണ്ടാളെ കണ്ടിട്ടുണ്ടാവും, മൂന്നാമത്തെ ഞാനാണ്.
ഹായ്. ഹായ്. എന്താണ് പേര്? ഗീതിക. ഗീതിക. ഇവിടെ ഏത് വർഷം പഠിച്ചായിരുന്നു? 2015 to 18. 15 to 18. ഏത്? BCA. BCA. ഓക്കെ. പേടിയൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, പേടിക്കാനൊന്നുമില്ല. എൻ്റെ കയ്യിലൊരു കാർഡുണ്ട്. ഞാൻ ഇത് വെച്ചിട്ട് നിങ്ങളുടെ സ്ക്രോൾ ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്റ്റോപ്പ് ആണ്. ഓക്കെ. സ്റ്റോപ്പ്. അതിൻ്റെ ആ പേജ് നമ്പറും അതുപോലെ ആ ആദ്യത്തെ വാക്കും ഒന്ന് നന്നായി നോക്കി വെക്കുക. ഓക്കെ. ആദ്യത്തെ വാക്ക് മാത്രം നോക്കിയാൽ മതി. അതെ. സെന്റൻസ് വേണ്ട, ആദ്യത്തെ വേർഡും അതുപോലെ ആ പേജ് നമ്പർ. ഓക്കെ. ഓക്കെ. ഒന്ന് കയ്യിലിരുന്നേരുന്നുണ്ട്. ഓക്കെ. നന്നായി റിലാക്സ് ചെയ്യാം. ഇനി ആ പേജ് നമ്പർ നന്നായി ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരിക. വേണ്ട, അതിന് ഇഷ്ടം കേട്ടില്ല. ഓക്കെ. 1 2 3 4 5 6 7 8 9 10. എനിക്കൊന്ന് 8 ഫസ്റ്റ് നമ്പർ. ഓക്കെ. സെക്കൻഡ് നമ്പർ ഉണ്ട്. 1 2 3 4 5 6 7 5 6 7. ഓക്കെ. 6. ഓക്കെ. ഇനി ആ വേർഡ് ഒന്ന് കൊണ്ടുവരിക. ഓക്കെ. നന്നായി ഒന്ന് മൈൻഡിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. ജസ്റ്റ് നിങ്ങളുടെ മുമ്പിലായിട്ട് ഒരു വൈറ്റ് ബോർഡുള്ളതായിട്ട് സങ്കല്പിക്കുക. ഓക്കെ. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡ് കൊണ്ടൊന്ന് എഴുതാമോ? കയ്യാനക്കണ്ട, ലിപ്പും ഇതും വേണ്ട. ജസ്റ്റ് ഒന്ന് മൈൻഡ് കൊണ്ടൊന്ന് ആ ബോർഡിൽ ആ വേർഡൊന്ന് എഴുതാം. എഴുതിയോ? അതിലേക്ക് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതാം. എഴുതി. നിങ്ങൾക്കൊന്ന് ഹെൽ. ഓക്കെ. അതെ, അല്ല, ഇതെനിക്ക് ജസ്റ്റ് ഇവരുടെ ഐ മൂവ്മെന്റ്സും ഫേഷ്യൽ എക്സ്പ്രഷൻസും വെച്ചിട്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷെ ഇതെനിക്ക് കുറച്ച് മുമ്പ് പ്രെഡിക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. നിങ്ങൾ ഈ വേർഡ് സെലക്ട് ചെയ്യുന്ന ചാൻസ് ഇല്ല. ഫോണുണ്ടോ കയ്യിൽ? ആരുടെങ്കിലും കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റെ ഇൻസ്റ്റാ പേജിൽ സ്റ്റോറി ഒന്ന് നോക്കാവോ? നഷാത്ത് NASH4A ഇല്ലേ? പക്ഷേ എന്നാലും ചില ആളുകൾ പറയൂലേ ഇത് നമ്മൾ തമ്മിലുള്ള അല്ലേ? അങ്ങനെ പറയൂലേ? പറയാൻ ചാൻസ് ഉണ്ട് ഇല്ലേ? അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഈ ബുക്കിൽ ആ പേജ് എടുത്തിട്ട് ഒന്ന് ആ ക്യാമറയിൽ ഒന്ന് കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കുക. അതെ, നിങ്ങൾ അടുത്ത പേജ് എന്ത്? അതിപ്പോ കാണുന്നില്ല. എങ്ങനെ മാറ്റിയിട്ടാണല്ലോ, പേജ് ഇല്ല ഇപ്പൊ. നിങ്ങളെല്ലാ പേജ് കണ്ടത്? അതെ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ല, ബാക്കിയുള്ള പേജൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇല്ല, ആ പേജ് ഇല്ല. ഓക്കെ. ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അല്ലേ? ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. പേപ്പർ ആ ബോട്ടിലുണ്ടല്ലോ. ജസ്റ്റ് ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് വെക്കൂടെ ബോട്ടിൽ? ഞാൻ വിളിക്കണം. ജസ്റ്റ് ഒന്ന് കൈ സൂക്ഷിച്ച് ആ പേപ്പർ ഒന്ന് എടുക്കാം. ഓക്കെ. ആ പേപ്പർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വേണമെങ്കിൽ ആ ബുക്കിൽ നിങ്ങൾക്ക് വെച്ച് നോക്കാം. ഓക്കെ, താങ്ക് യു. എന്നാൽ അടുത്ത ഏതെങ്കിലും ഒരാൾക്ക് വരാം. എന്താണ് പേര്? അഭിമന്യു. ഇപ്പൊ ഇവിടെ പഠിക്കുന്നതല്ലേ? അതെ. ഏത് കോഴ്സ്? ഓക്കെ. അഭിമന്യു അങ്ങനെ ബുക്ക് വായിക്കാറുണ്ടോ? ഉണ്ട്. നല്ലോണം വായിക്കുന്ന വ്യക്തിയാണ് അല്ലേ? ഒന്ന് അവിടെ ഇരിക്കുക. അഭിമന്യുവിന്റെ ഈ ബുക്ക് വായിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഞാൻ കുറച്ച് സമയത്തേക്ക് എടുത്തു മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഒന്ന് നോക്കിയാലോ? ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ. ഞാൻ പറയുന്നത് അഭിമന്യു ഇനി കണ്ണു മുട്ടുക, നന്നായി റിലാക്സ്. ഞാൻ പറയുന്നത് അഭിമന്യു ഇനി ഒന്നും വായിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ. അത് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരിക്കലും നടക്കത്തില്ല. അഭിമന്യു ഉണ്ടാക്കണം, സ്വയം വിശ്വസിക്കാം. ഇനി അഭിമന്യു എന്ത് ഒന്നും വായിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ.
അഭിമന്യു കണ്ണുകൂട്ട. അഭിമന്യു വായിക്കാൻ വേണ്ടി പറ്റത്തില്ല. പറ്റുമോ? പറ്റുമോ? കണ്ണുകൂട്ട. അഭിമന്യു സ്വയം വിശ്വസിക്കുക. അഭിമന്യുവിനെ വായിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, വായിക്കാൻ വേണ്ടി പറ്റുമോ? കണ്ണുകൂട്ട്, കണ്ണു നോക്കണ്ട. പറ്റൂല. പറ്റുമോ? ഇല്ല, പറ്റൂലല്ലോ. കണ്ണുകൂട്ട. നന്നായി റിലാക്സ് ചെയ്യാം. അവിടുന്ന് സ്നേഹിതർക്ക് കുറെ ഒച്ചപ്പാട് ഒന്നും ശ്രദ്ധിക്കണ്ട. ഓക്കെ, അഭിമന്യു വായിക്കാൻ വേണ്ടി പറ്റുമോ? പറ്റാണ്ടില്ല. ആളെ മാറ്റിക്കൂടെ? എന്താണ് പേര്? സോണിയ. ഇവിടെ ഏത് വർഷം പഠിച്ചായിരുന്നു? MSW. ഓക്കെ, അവിടെ ഇരിക്കാം. നേരത്തെ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. നന്നായി റിലാക്സ് ചെയ്യുക. കണ്ണു എടുക്കുക. നന്നായി റിലാക്സ് ചെയ്യുക. ബോഡി മൊത്തം ഒന്ന് ഫ്രീ ആക്കി വെക്കുക. ഓക്കെ, സ്വയം വിശ്വസിക്കുക. ഇനിയൊന്നും വായിക്കാൻ വേണ്ടി പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം വിശ്വസിക്കുക. എന്തായാലും പേര് പറഞ്ഞത്? സോണിയ. സോണിയ. ഇനി സോണിയക്ക് ഒന്നും വായിക്കാൻ വേണ്ടി പറ്റത്തില്ല. കുറച്ച് സമയത്തേക്ക് ഒന്നും വായിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഒന്നും വായിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, സോണിയ ഒന്ന് കണ്ണു തുറക്കുക. ഒന്ന് വായിക്കാം. വായിക്കൂ. ഓക്കെ, കണ്ണടക്കുക. കണ്ണടക്കുക. ഒന്ന് വായിക്കാവോ? ഓക്കെ, സോണിയ കണ്ണു കൊടുക്കുക. പേര് വിളിക്കുന്നത് കുഴപ്പമില്ലല്ലോ. ഇതൊന്നും വായിക്കാം. ഓക്കെ, കണ്ണടക്കുക. കണ്ണടക്കുക. ഇതൊന്ന് വായിക്കാവോ? ഓക്കെ, ഓക്കെ, കണ്ണടക്കുക. ഇനി സ്വയം വിശ്വസിക്കുക. ഇനി സോണിയക്ക് വായിക്കാൻ വേണ്ടി പറ്റുമെന്ന് സ്വയം വിശ്വസിക്കുക. ഓക്കെ, ഇത് വായിക്കാം. ഇത് ഓക്കെ, സോണിയ അമ്മ സ്വയം വിശ്വസിക്കുക. ഇനി സോണിയക്ക് വായിക്കാൻ വേണ്ടി പറ്റൂലേ? പറ്റൂലേ? അതിനെടുക്കുക. പറ്റൂലേ? പറ്റും. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഒന്ന് കണ്ണു തുറക്കുക. ഇതൊന്ന് വായിക്കാം. ഓക്കെ, താങ്ക് യു. ഇല്ല, ഇത് ഞാൻ നിങ്ങളിലേക്ക് വരാം. ഓക്കെ, ഫുഡ് ഐറ്റംസിന്റെ പേര് എഴുതിയ കുറച്ച് പേപ്പർ കട്ട്സ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാം. ഇതെല്ലാം ഡിഫറെൻറ്റ് നെയിംസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. വേറൊന്നും വേണ്ട. മുന്തിരി ജ്യൂസ്, സെവനപ്പ്, പെപ്സി, നാരങ്ങ, മുട്ടപ്പം. ഓക്കെ, അതുപോലെ തന്നെ ഫോൾഡ് ചെയ്യാം. ഇതിലോട്ടേക്ക് ഇടാം. നമുക്ക് ബാക്കിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു കടലാസ് ചൂസ് ചെയ്യാം. തുറക്കേണ്ട ആവശ്യമില്ല. എടുക്കാൻ ഇതിലേക്ക് വരിക. തുറക്കണ്ട, നേരെ സ്റ്റേജിലേക്ക് വരിക. സാബിൻ ഏത് വർഷം പഠിച്ചായിരുന്നു? 2014-15. ഞാനൊരു പ്രഡിക്ഷൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ആദ്യം തുറന്നു നോക്കാം. ചായ. എന്ത്? ചായ.
ഉറപ്പല്ലേ? ഇല്ല, ചെറുതായിട്ട് പാളിപ്പോയെന്ന് പറഞ്ഞാൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ഇല്ല, കുഴപ്പമില്ല. നമ്മള് തോറ്റു പോയി എന്ന് വിചാരിച്ചിട്ട് പിന്മാറിക്കഴിഞ്ഞാൽ ഒരു മോശമല്ലേ? ഇല്ല, തോൽവി ഉണ്ടാവുമല്ലേ? എല്ലാ തോൽവികളും വിജയത്തിന്റെ ചവിട്ടുപടികളാണ് എന്നല്ലേ? അല്ലേ? നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പോയിക്കൂടെ? ഇത് പൊട്ടിക്കാത്തൊരു ക്യാനാണ് അല്ലേ? ഒന്ന് ആ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാവോ? കുറച്ച് പൊന്തിച്ചിട്ട് വെച്ചു, ഗ്ലാസിന്റെ ഇതില്ലാത്തതുകൊണ്ട്. താങ്ക് യു. അപ്പോ ഇന്നത്തെ പരിപാടി ബ്രോ ഞാൻ ബ്രോ എന്നെ ഫസ്റ്റ് സ്റ്റേജിൽ കയറ്റിയത് അവരുടെ മാച്ചാണ്. ഞങ്ങൾ ഓർമ്മ